നമസ്കാരം. ഇന്ന് ഞാൻ പ്രവചിക്കാൻ പോകുന്നത് പൂയം നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാർക്ക് മീനമാസത്തിൽ ഉള്ള ഫലങ്ങളാണ്. റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റന്മാർക്കും അത് നടത്തുന്നവർക്കും ഈ മീനമാസത്തിൽ അവർക്ക് നല്ല ഗുണങ്ങൾ കിട്ടുന്നതാണ്. സാമ്പത്തികമായിട്ട് ഗുണങ്ങൾ കിട്ടും. ധാരാളം ഇടപാടുകളൊക്കെ നടക്കാനുള്ള സാധ്യത കാണുന്നു. അതുപോലെ എണ്ണ വ്യവസായം, അത് ഭക്ഷ്യ എണ്ണയായിരുന്നാലും ശരി, അല്ലാതെ വാഹനങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഇന്ധനമായിട്ടുള്ള എണ്ണയായിരുന്നാലും ശരി, അവർക്ക് നല്ല പ്രയോജനം കിട്ടുന്നൊരു മാസം കൂടിയാണിത്. അവതാരകർക്ക്, അതായത് ടി വി മറ്റു മീഡിയയിലൊക്കെ ഉള്ളവർക്ക് വളരെ ഗുണങ്ങൾ കിട്ടുന്നതാണ്. സാമ്പത്തികമായിട്ട് നല്ല മെച്ചങ്ങൾ കിട്ടും. പിന്നെ കൗൺസിലിംഗ്മാർക്കും ഏറെ ഗുണങ്ങൾ കിട്ടുന്നൊരു സമയമാണ്. അധ്യാപകർക്ക്, അതായത് ചില പൂയ നക്ഷത്രക്കാരായിട്ടുള്ള അധ്യാപകർക്ക് പ്രൊമോഷൻ, ഇഷ്ടസ്ഥലത്തേക്കുള്ള ട്രാൻസ്ഫർ എന്നിവ കിട്ടുന്നതിനേക്കുള്ള സാധ്യത കാണുന്നുണ്ട്. പൊതുപ്രവർത്തകർക്ക്, രാഷ്ട്രീയക്കാർക്ക് ഗുണങ്ങൾ കിട്ടുന്നതിനുള്ള സാധ്യതയുണ്ട്. ആട്, പശു, മാട് എന്നിവയൊക്കെ വളർത്തി അതിൽ നിന്ന് പാൽ ഉൽപ്പാദിപ്പിച്ച് ഉപജീവനം കഴിയുന്ന ക്ഷീരകർഷകർക്കും ധാരാളം ഗുണങ്ങൾ ഈ മാസം കിട്ടുന്നതായിരിക്കും. സാമ്പത്തിക ലാഭം ധാരാളം പ്രതീക്ഷിക്കാം. കുടിവെള്ളം കച്ചവടം നടത്തുന്നവർക്ക്, അവർക്കും നല്ല രീതിയിലുള്ള സാമ്പത്തിക മെച്ചം ഈ മാസം ഉണ്ടാകും. റെസ്റ്റോറൻറ്റ് നടത്തുന്നവർക്കും അതിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾക്കും വളരെ മെച്ചപ്പെട്ടൊരു സമയമാണിത്. സർക്കാർ സർവീസിൽ ജോലി ചെയ്യുന്നവർക്കും ഗുണകരമായിട്ടുള്ള ഒരു സമയമാണ്. ഭക്ഷ്യവസ്തുക്കൾ പാക്കറ്റുകളിലാക്കി വ്യാപാരം ചെയ്യുന്നവർക്കും വളരെ ഗുണങ്ങളായിട്ടുള്ള ഫലങ്ങൾ കിട്ടും. ധനലാഭം ശ്രദ്ധിച്ചാൽ ഉണ്ടാകും. വളരെ ശ്രദ്ധിച്ചാൽ മാത്രമേ ധനലാഭം ഉണ്ടാക്കാൻ സാധിക്കൂ. ദൈവാധീനം പരിശ്രമിച്ച് ഉണ്ടാക്കണം. സർക്കാരിൽ നിന്നും താൽക്കാലിക ജോലിക്ക് ഈ പൂയ നക്ഷത്രക്കാർക്ക് നിയമന ഉത്തരവ് ലഭിക്കുന്നതായിരിക്കും. ഞാൻ പ്രവചിച്ചതെല്ലാം ഗുണഫലങ്ങളാണ്. പക്ഷേ ഈ ഗുണഫലങ്ങളെല്ലാം ലഭിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന ദോഷഫലങ്ങളെയാണ് അടുത്ത് ഞാൻ പ്രവചിക്കുന്നത്. അതായത് പൂയ നക്ഷത്രക്കാർക്ക് വലിയ മെച്ചമൊന്നും ഈ മീനമാസത്തിൽ കാണുന്നില്ല. അത് ശ്രദ്ധിക്കുക. പല വ്യാധികളും വരാം. അത് ഉറക്കം കുറയാം, മനസ്സിന് പ്രയാസങ്ങളുണ്ടാവാം, മഹാവ്യാധികൾ വരുന്നതിനുള്ള സാധ്യത കാണുന്നു. മാനഹാനിയും ധനനഷ്ടവും വരേണ്ട സാധ്യത കാണുന്നു. അതുപോലെ ചെലവുകൾ, ഇഷ്ടംപോലെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത ചെലവുകൾ വരാം. നേത്രരോഗം വരാം. പിന്നെ പിത്തരസത്തിൻ്റെ കൂടുതൽ കുറവുകൾ മൂലമുള്ള അസുഖങ്ങൾ വരേണ്ട സാധ്യത കാണുന്നു. അതുപോലെ തന്നെ രക്തത്തിൽ അണുബാധ ഏൽക്കേണ്ട സാധ്യത കാണുന്നു. അത് ശ്രദ്ധിക്കുക. വാതരോഗം വരാം, പാരാലിസിസ് വരാം, അതായത് ഒരു വശം തളർന്നു പോവുക എന്നുള്ള സ്റ്റേജിൽ വരാം, അല്ലെങ്കിൽ കോമ സ്റ്റേജിൽ വരുന്നതിനും ഉള്ള സാധ്യത കാണുന്നു. ഇത് എല്ലാ പൂയ നക്ഷത്രക്കാർക്കുമല്ല, ചിലർക്ക്. ഇനി വിചാരിക്കുന്ന കാര്യം നമ്മൾ നടക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്ന അതൊന്നും നടക്കാത്ത ചില സമയങ്ങൾ വരാം. ബന്ധുജനങ്ങളുമായിട്ട് വിരോധത്തിന് പോകരുത്. മാതാപിതാക്കൾക്ക് രോഗങ്ങൾ വരാം, ആപത്തുകൾ വരാം. മേലധികാരികളിൽ നിന്ന് നിങ്ങൾക്ക് സമൻസ് പോലുള്ള ഭയപ്പെടുത്തുന്ന നോട്ടീസുകൾ വരാം. ശ്രീ ധന്വന്തരി ഹോമമോ, ശ്രീ ലക്ഷ്മി നരസിംഹ ഹോമമോ, ശ്രീ മൃത്യുഞ്ജയ ഹോമമോ ചെയ്യുക. ഭഗവാൻ നിങ്ങളെ തീർച്ചയായിട്ടും കാത്തുരക്ഷിക്കുന്നതിനാണ്. അതിൽ 29/3/2025 ശനി ഭഗവാൻ മീനൻ രാശിയിലേക്ക് സംക്രമണം മാറുന്നുണ്ട്. അതിന് അഷ്ടമശനി നിങ്ങൾക്ക് തീരുന്നതാണ്. എങ്കിലും ശനി 9ാമത്തെ രാശിയിലാണ് വരുന്നത് കൊണ്ട് ചില മോശപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടാവേണ്ട സാധ്യതയുണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കുക. ഞാനിവിടെ പ്രവചിച്ചത് സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. അതായത് 100% കൃത്യതയോടെയുള്ള ഫലങ്ങൾക്ക് ജാതക പരിശോധന ആവശ്യമാണ്. 29ാം തീയതി സൂര്യഗ്രഹണമാണ്. അതിനും എന്തെങ്കിലും നിങ്ങൾക്ക് ദോഷമുണ്ടെങ്കിൽ അതിൻ്റെ പൂജകൾ തീർച്ചയായിട്ടും ചെയ്യുക. നിങ്ങൾക്ക് ഈ മീനമാസത്തിൽ ഭഗവാൻ സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി, ആയുസ്, ആരോഗ്യ സൗഭാഗ്യങ്ങൾ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കുള്ള ജ്യോതിഷപരമായതോ വാസ്തുപരമായതോ പൂജാപരമായതോ രത്നം ധരിക്കുന്നതിനോ രുദ്രാക്ഷം ധരിക്കുന്നതിനോ ഉള്ള സംശയങ്ങൾ മാറുന്നതിന് എൻ്റെ ഫോൺ നമ്പറിലോ വാട്സപ്പിലോ ബന്ധപ്പെടുക. എനിക്കറിയാവുന്ന രീതിയിൽ നിങ്ങൾക്ക് ഞാൻ ഉത്തരം നൽകുന്നതാണ്. നന്ദി, നമസ്കാരം.